ഞാനത് അങ്ങനെ പറയാനിരിക്കായിരുന്നു. ഒന്ന് കിടക്കണം, ക്ഷീണം. പപ്പനാവൻ കേസിന് ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി. സുപ്രീം കോടതിയിലെ ആളാ, കേട്ട് കാണും. സുഖദേവ് സിംഗ്. ഒരു സിറ്റിങ്ങിന് 1 ലക്ഷം രൂപയാ ഫീസ്. ഒരു നിമിഷം നിൽക്കുക, എനിക്ക് ചിലത് പറയാനുണ്ട്. സുഭദ്രയ്ക്ക് എന്താ വേണ്ടേ? ഏട്ടൻ ക്ഷമിക്കണം. സ്ത്രീകൾ ഉമ്മർത്ത് വന്ന് ആണുങ്ങളുടെ സഭയിൽ സംസാരത്തിന് വരണ പതിവ് കോലോത്തില്ല. ഞാനത് തെറ്റിക്കുക. കലക്ടർ സാർ, തമ്പുരാട്ടിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കാം. പറയൂ. തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സുഭദ്രേ, പതുക്കെ ഒച്ച വെച്ചവരെ ഭയപ്പെടുത്തരുത്. നീ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? എന്റെ അഭിപ്രായം അതാണ്, അത്രയും ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ അപ്പം തമ്പുരാൻ, നിങ്ങളുടെ വാക്കിന്റെ വില നിങ്ങൾ കാണിക്കണം. ട്രസ്റ്റിലെ ഒരു മെമ്പറെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആഭരണങ്ങൾ വിട്ടുതരാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി അച്ചാപോറ്റി പറയരുത്. ഏട്ടനെ ധിക്കരിച്ചൊന്നും നേടാനല്ല, ആ ഉത്സവം നടക്കണം. എനിക്കതേ ഉള്ളൂ. തമ്പുരാൻ, ഇനി ഒഴിവ് കഴിവുകൾ പറയരുത്. ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക്. തമ്പുരാട്ടി പറഞ്ഞൊന്നും അങ്ങോട്ട് തലയിൽ കയറിയില്ലെന്നുണ്ടോ? പറയൂ തമ്പുരാൻ. കുളപ്പുള്ളി അപ്പൻ വാക്ക് മാറ്റി പറയില്ല. നടക്കുന്നതേ പറയൂ, പറഞ്ഞത് നടത്തും.